മാസമുറ മാറ്റിവെക്കാമോ? അതായത് പീരിയഡ്സ് പോസ്റ്റ്പോൺ ചെയ്യാവോ എന്നാണ് ചോദ്യം. പ്രീപോൺ ചെയ്യുന്നവരുണ്ട്, പോസ്റ്റ്പോൺ ചെയ്യുന്നവരുണ്ട്. സാധാരണ രീതിയിൽ പീരിയഡ്സ് മാറ്റിവെക്കുന്ന അവസരം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ യാത്ര പോവുക, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകണം, അല്ലെങ്കിൽ മക്കയിൽ പോകണം, അല്ലെങ്കിൽ മാരേജാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും ലേഡീസ് വരാറുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനടുത്ത് നിങ്ങൾ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ പ്രിസ്ക്രൈബ് സം ഹോർമോൺസ്. പ്രീപോൺ ചെയ്യാനും പോസ്റ്റ്പോൺ ചെയ്യാനും ഒക്കെ മരുന്നുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈവൻ ഫോൺ ചെയ്ത് ഫ്രണ്ട്സ് തമ്മിൽ അന്യോന്യം ഇത് ഷെയർ ചെയ്യുകയും അങ്ങനെ മരുന്ന് വാങ്ങിച്ച് കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപകട അവസ്ഥ എന്താണ്? ഇത് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. കാരണം നമുക്ക് ഒന്ന് കരയണം, ഒന്ന് കണ്ണുനീര് വരണം. നമ്മൾ അത് മാറ്റിവെക്കാറുണ്ടോ? മാറ്റിവെച്ചാലുണ്ടാകുന്ന അവസ്ഥ എന്താണ്? മോഷൻ പോകുന്നു, മാറ്റിവെക്കാൻ പറ്റുമോ? മാറ്റിവെച്ചാലുണ്ടാ അപകടം എന്താണ്? യൂറിൻ പോകണം, മാറ്റിവെക്കാവോ? മാറ്റിവെച്ചാലുള്ള അപകടം എന്താണ്? വിയർക്കുന്നു, അതല്ലാന്നുണ്ടെങ്കിൽ ഉമിനീര് വരുന്നു. അപ്പോൾ ഇങ്ങനെ നാച്ചുറലായിട്ട് ഉള്ള ഡിസ്ചാർജസ് നമ്മൾ മാറ്റിവെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇനി വേണ്ട, നേച്ചറിലേക്ക് നമുക്കൊന്ന് നോക്കാം. മഴ പെയ്യാൻ പോകുന്നു, നമ്മൾ മാറ്റിവെക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കേ, എന്തായിരിക്കും അവസ്ഥ? ഇനി സൂര്യനെ മാറ്റിവെക്കാൻ പറ്റുമോ? ചന്ദ്രനെ മാറ്റിവെക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു എർത്ത് വരുമോ? എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റി നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുമോ? കാറ്റോ മഴയോ അങ്ങനെ ഒന്നും തന്നെ പ്രകൃതിയിൽ നാച്ചുറലായിട്ടുള്ള ഒരു സാധനവും മാറ്റിവെക്കാൻ നമുക്കതിനുള്ള റൈറ്റ് ഇല്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇവിടെയാണ് നാച്ചുറലായിട്ടുള്ള പീരിയഡ്സ് മാറ്റിവെക്കാൻ വേണ്ടി നിങ്ങൾ ഒരു രോഗി വരുന്നത്. രോഗിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നാച്ചുറൽ ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. ഇവിടെ ഞാൻ വരുന്ന പേഷ്യൻസ് ചോദിക്കാറുണ്ട്, പീരിയഡ്സ് അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ഫിക്സ് ചെയ്തു. ആരാണ് യാത്ര ഫിക്സ് ചെയ്തത്? അത് അച്ഛൻ, അമ്മ, ഭർത്താവ്. ഇനി പൊങ്കാലയിടണോ അല്ലെങ്കിൽ മക്കയിൽ പോകണം, അതാരാ ഫിക്സ് ചെയ്തത്? അത് ട്രാവൽ ഏജൻസി ഫിക്സ് ചെയ്യുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ ഭാരവാഹികൾ, അമ്പലത്തിലെ ഭാരവാഹികൾ അല്ലെങ്കിൽ പള്ളിയിലെ ഭാരവാഹികൾ ഫിക്സ് ചെയ്ത ഡേറ്റാണ് അല്ലേ? പീരിയഡ്സ് ആരാ ഫിക്സ് ചെയ്തത്? അത് നേച്ചറാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒടേ തമ്പുരാനാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് നമ്മൾ പറയൂലേ. അപ്പോൾ ഒടേ തമ്പുരാൻ ഫിക്സ് ചെയ്ത് എന്തെങ്കിലും മാറ്റാനുള്ള അവസരമുണ്ടോ? നമുക്കത് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ചെയ്താലുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ്? തീർച്ചയായിട്ടും അപകടം തന്നെയാണ്. പിന്നെ ഒരിക്കലും പീരിയഡ്സ് വന്നെന്ന് വരില്ല. ഇല്ലെങ്കിൽ പിന്നെ പീരിയഡ്സ് വരണമെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ ഹോർമോൺ കഴിക്കേണ്ടി വരും, മരുന്ന് കഴിക്കേണ്ടി വരും. ഇനി വളരെ നാച്ചുറലായിട്ട് എല്ലാ മാസവും റെഗുലറായിട്ട് പീരിയഡ്സ് വന്നുകൊണ്ടിരുന്നവർക്ക് പീരിയഡ്സ് വരാതെ തോന്നും വീണ്ടും എല്ലാ മാസവും നമ്മൾ മരുന്ന് കഴിക്കേണ്ട അവസ്ഥ, ഹോർമോൺ കഴിക്കേണ്ട അവസ്ഥ. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ സിസ്റ്റ് ഉണ്ടാകാം, ചിലപ്പോൾ ഫൈബ്രോയിഡ് ഉണ്ടാകാം, ഇല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എൻഡോമെട്രിയോസിസ് ഉണ്ടാകാം. ഇനി ഇൻഫെർട്ടിലിറ്റി തന്നെയും ചിലപ്പോൾ വന്നെന്നിരിക്കാം.